പ്രകാശ് ബാബു. ഹാഷ്മി, ഇവിടെ എന്താ പ്രശ്നം? റജി ലൂക്കോസിന്റെ പ്രശ്നം എന്താണോ? ഇവിടെ ഈ അടിമ ബുദ്ധികളിൽ നിന്ന് കേരളം മോചിപ്പിക്കപ്പെടുകയാണ്. കുറെ കാലമായി ഇവര് കുറെ കാലമായി ഈ ഇടതുപക്ഷം കുടുംബ സ്വത്ത് കോല വെച്ച അടിമ ബുദ്ധികളിൽ നിന്നും കേരളം പ്രബുദ്ധതയിലേക്ക് വരികയാണ്. കേരളം യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. നോക്കൂ റജി ലൂക്കോസെ, 1944 അതായത് നമ്മുടെ ഫ്രോയിഡിന്റെ ശിഷ്യനായിട്ട് ഇവിടെ സൂചിപ്പിച്ച വില്യം റീഫ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്തകനാണ്, മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം റഷ്യ തകരുമെന്ന് പറഞ്ഞത് BJP-യോടാണോ? അങ്ങനെ ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നത് BJP-യോടാണോ? BJP റഷ്യ തകരണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാ, റഷ്യയിലെ കമ്മ്യൂണിസം തകരണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാ. EMS-നെ അനുകരിക്കാൻ BJP-യോടാണോ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ എന്ത് വിഡിത്ത ഇവിടെ വന്ന് പറയുന്നത്? ഇവിടെ ഹാഷ്മി, എന്താ ഇവിടെ പ്രശ്നം? നോക്കൂ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അവരോട് നിർത്താൻ പറ ഹാഷ്മി, നിർത്താൻ പറ ഹാഷ്മി. അയാൾ പറയുമ്പോൾ ഞാനെന്തും മിണ്ടില്ല. റജി ലൂക്കോസെ, സത്യപാൽ മാലിക്കും പുൽവാമയിലെ പരാമർശം നമ്മൾ ഈ വേദിയിൽ തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. ഇപ്പൊ വിഷയം വേറെയല്ലേ? പ്രകാശ് ബാബു പറയൂ. താങ്കൾ പറയുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും മിണ്ടിയോ? ഇവിടെ നോക്കൂ നിങ്ങള്, ഇവിടെ 2023 7 മാസം മുമ്പ് നമ്മൾ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളത് ബന്ധുക്കൾക്ക് ജോലി തരപ്പെടുത്തുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അവമതിപ്പുണ്ടാക്കുന്നു. ഒന്ന്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അഴിമതിയും ധൂർത്തും വർദ്ധിച്ചിരിക്കുന്നു. ഈയൊരു തെറ്റുതിരുത്തൽ രേഖ സംസ്ഥാന സമിതി അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുത്തിരുന്നു. നമ്മളൊക്കെ 8 മാസം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ പിന്നെ ഇങ്ങോട്ട് കേരളത്തിൽ നടക്കുന്ന ധൂർത്തുകൾ, ഇവിടെ ആഷ്മി തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവ് കേരളത്തിൽ നിൽക്കുന്നു. ഒരു ഭാഗത്ത് പിണറായി വിജയൻ 42.7 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കാലിത്തൊഴുത്ത്, അവിടെ തന്നെ 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ മറ്റു ചില നിർമ്മാണ പ്രവൃത്തികൾ, ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളീയത്തിന്റെ മറവിൽ 27 ലക്ഷം രൂപ, ഇങ്ങനെ 27 കോടി രൂപ. ഓരോ ഘട്ടത്തിലും ധൂർത്തുകളും സ്വജനപക്ഷപാതവും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കേരളത്തില് ഒരു ഭാഗത്ത് നെല്ല് വിറ്റവന്, നെല്ല് കൊടുത്തവന് പണമില്ലാതെ ഒരു ഭാഗത്ത് കിടക്കുന്നു, ഉച്ചക്കഞ്ഞി കൊടുത്ത അധ്യാപകർ വരെ പണം ലഭിക്കാതെ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ധൂർത്ത് നടക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്, അധികാരത്തിലെത്തുമ്പോൾ വന്ന വഴി മറക്കുന്നു. അതാ പറഞ്ഞിട്ടുള്ള M. മുകുന്ദൻ, നടന്നു വന്ന വഴി മറക്കുന്നു, നടന്നു പോകുന്ന വഴി മറക്കുന്നു. റജി ലൂക്കോസെ, നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങു മാത്രമെന്ന് പറഞ്ഞ് ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം കൊടുത്ത് അധികാരത്തിലേറിയിട്ടുള്ള നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. ഗുണ്ടാ വിളയാട്ടം ഒരു ഭാഗത്ത്. തെറ്റാണ്, കണക്കുപരമായി തെറ്റാണ്. ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം കേരളമൊന്നും അല്ലേ? ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം കേരളമൊന്നും അല്ലേ? അല്ല, വെറുതെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോലെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരിക്കലും പറഞ്ഞു പോലെ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം കേരളമൊന്നും അല്ലേ? ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ പറയാനുള്ള കാരണം കേന്ദ്രം അനുവദിച്ച പരിധിയിൽ നിന്നും 1838 കോടി രൂപ അധികമെടുത്ത സംസ്ഥാനം എന്നുള്ളത് നമ്മുടെ പരിധി വെട്ടിക്കുറച്ചു സാർ. അതിന്റെ ഒരു റാങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതല്ല. നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ പരിധി വെട്ടിക്കുറച്ചു. നമ്മുടെ പരിധി വെട്ടിക്കുറച്ചാണ് അങ്ങനെ കൂടിയത്. സമയമില്ല. നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ പരിധി പോലും വെട്ടിക്കുറച്ചു. അനുവദിച്ച പരിധിയിൽ നിന്നും 1838 കോടി രൂപ അധികം എടുത്തു. സാർ, നമുക്ക് അനുവദിച്ച പരിധി ഉണ്ടല്ലോ, അതിന്റെ ബാർ താഴ്ത്തി. അതുകൊണ്ടാണ് വർധന. അത് പോട്ടെ, നമുക്ക് സമയമില്ല. രാജ്യത്ത് നടന്ന മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ കടത്തെ കുറിച്ച് നമുക്ക് അതും ചർച്ച ചെയ്യാം. സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അധികാരത്തിലെത്തുമ്പോ നടന്നു വന്ന വഴി മറന്നുപോയി എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണെന്ന് പറയുമ്പോൾ ഹാഷ്മി തീർച്ചയായിട്ടും പറയേണ്ടി വരും. 9.5 കൊല്ലം ഈ രാജ്യത്ത് നടന്നു വന്ന വഴി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാധാരണക്കാരന് കൈവിടച്ചുയർത്തുന്ന ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുള്ളത് അല്ലേ? ആ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ 36 ലക്ഷം പേർക്ക് കുടിവെള്ളം, അവരുടെ വീട്ടുവഴിക്കൽ കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചത്. എന്താണ് പ്രകാശ് ബാബു അങ്ങനെ പറഞ്ഞു പോലെ നമുക്കതിലേക്ക് വിശദമായി പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്കതിലേക്ക് വിശദമായി പോകാൻ സമയമില്ല. കേരളം അതിലേക്ക് കുടിവെള്ളം കുടിക്കുന്നുണ്ട്. കേരളം അതിലേക്ക് കക്കൂസിൽ തന്നെയാണ് വിളിക്കിറങ്ങുന്നത്. കേരളം അതിലേക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചോറുണ്ണുന്നുണ്ട്, കഞ്ഞി കുടിക്കുന്നുണ്ട്. പോട്ടെ, നമുക്ക് അതിലേക്ക് പോകാൻ അധികം സമയമില്ലാത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
ശരി, എനിക്ക് ഇടവേളയ്ക്ക് അടിയന്തര കേന്ദ്ര ഗവൺമെന്റ് ശരി, വന്ന വഴി ശരി. മറന്നിട്ടില്ല, നടന്നു വന്ന വഴി മറന്നിട്ടില്ല, ഓക്കെ, നടന്നു ഓക്കെ. പോകേണ്ട വഴി മറന്നിട്ടില്ല. അതും മറന്നത് പിണറായി വിജയനാണ്, ദൈവത്തിന്റെ വരദാനമാണ്, അതേപോലെ സൂര്യചന്ദ്രനാണ്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് തിരുത്തുന്നതിന് പകരം കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. എന്ന് പറയാണ്. ഓക്കെ, ഞാൻ ആനന്ദ് കൊച്ചുകൂടിയിലേക്കും സമയമുണ്ടെങ്കിൽ സിആറിലേക്കും ഒന്ന് ഇടവേളയ്ക്ക് ശേഷം.